വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പ്രിയദർശിനി ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കളുടെ വിഹാരം. വിവിധ യാത്രകളിലായി യാത്രക്കാരികളുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പുലിഭീതിയിൽ ആശ്വാസം. അതിരപ്പിള്ളി, മെഴുക്കുംപാറ ജനവാസ മേഖലകളിൽ ആശങ്ക സൃഷ്ടിച്ച പുലികൾ വനം വകുപ്പിന്റെ കൂട്ടിലായി. മല്ലപ്പള്ളിയിൽ സെമിത്തേരികളിൽ ഗ്രാനൈറ്റ് സ്ലാബ് മോഷണങ്ങൾ പതിവാകുന്നു. ആശങ്കയിൽ നാട്ടുകാർ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂർ വിയ്യൂരിൽ മാതാപിതാക്കൾക്കൊപ്പം വാടക വീട് കാണാൻ വന്ന 10 വയസ്സുകാരെ കിണറ്റിൽ വീണു. സാഹസികമായി രക്ഷപ്പെടുത്തിയ 24-കാരന് അഭിനന്ദന പ്രവാഹം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പ്രിയദർശിനി ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കളുടെ വ്യവഹാരം. വിവിധ യാത്രകളിലായി 2 യാത്രക്കാരികളുടെ സ്വർണ്ണമാലകൾ മോഷ്ടാക്കൾ കവർന്നു. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന ബസ്സിൽ നിന്നും 2 പവന്റെ മാലയും പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സിൽ നിന്ന് 3 പവൻ വരുന്ന താലിമാലയുമാണ് നഷ്ടപ്പെട്ടത്. ബസ്സിലെ തിരക്കിനിടയിലാണ് ഇരു യാത്രക്കാരികൾക്കും സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മാല കണ്ടെത്താനായില്ല. 2 സംഭവങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചത് മുതൽ പ്രിയദർശിനി ബസ്സുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യം മുതലെടുത്താണ് മോഷണങ്ങൾ അരങ്ങേറിയത്. കഴിഞ്ഞയാഴ്ച കോഴിക്കോട് തിരുവമ്പാടി റൂട്ടിലോടുന്ന പ്രിയദർശിനി ബസ്സിലും മോഷണം നടന്നിരുന്നു. അതിഥി തൊഴിലാളിയുടെ 15,000 രൂപയാണ് മോഷണം പോയത്. മല്ലപ്പള്ളിയിൽ സെമിത്തേരിയിൽ ഗ്രാനൈറ്റ് സ്ലാബ് മോഷണങ്ങൾ പതിവാകുന്നു. ആശങ്കയിൽ നാട്ടുകാർ. കുടുംബ കല്ലറയ്ക്ക് മുകളിൽ സ്ഥാപിച്ച ഗ്രാനൈറ്റ് ഷീറ്റാണ് മോഷണം പോയത്. പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്ക് മുകളിലെ ഗ്രാനൈറ്റ് സ്ലാബാണ് മോഷണം പോയത്. മല്ലപ്പള്ളി മാർത്തോമാ പള്ളി സെമിത്തേരിയിലെ കല്ലറയിലാണ് മോഷണം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി മങ്കുഴിപ്പടി പള്ളി സെമിത്തേരിയിലും ഗ്രാനൈറ്റ് സ്ലാബ് മോഷണം പോയിരുന്നു. താന്നിക്കൽ കുടുംബത്തിന്റെ കല്ലറയിൽ സ്ഥാപിച്ചിരുന്ന ഗ്രാനൈറ്റ് ഷീറ്റാണ് കാണാതായത്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് അടുത്ത മോഷണവും അരങ്ങേറിയത്. തൈക്കുട്ടത്തിൽ TM തോമസ് എന്നയാളുടെ കല്ലറയുടെ ഗ്രാനൈറ്റ് ഷീറ്റാണ് ഏറ്റവും ഒടുവിൽ കാണാതായത്. കല്ലറയ്ക്ക് മുകളിൽ പാകിയ വലിയ ഗ്രാനൈറ്റ് ഷീറ്റാണ് നഷ്ടപ്പെട്ടത്. സെയിൽസ്മാൻ സൂപ്പർമാൻ. തൃശൂർ വിയ്യൂരിൽ മാതാപിതാക്കൾക്കൊപ്പം വാടക വീട് നോക്കാൻ വന്നതിനിടെ കിണറ്റിൽ വീണ കുട്ടിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ 24-കാരനാണ് ഇപ്പോൾ നാടിന്റെ സൂപ്പർ ഹീറോ. കഴിഞ്ഞ ദിവസം രാത്രിയോടെ തൃശൂർ വിയ്യൂരിലാണ് സംഭവം. തങ്ങാലൂർ സ്വദേശി 24-കാരൻ ഹേമന്ത് കൃഷ്ണയാണ് 10 വയസ്സുകാരിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത്. കുന്നംകുളം സ്വദേശി അബ്ദുൽ ഹമീദിന്റെ മകൾ വേദലക്ഷ്മിയാണ് യുവാവിന്റെ കരുതലിൽ ജീവൻ തിരികെ പിടിച്ചത്. പ്രദേശത്ത് പച്ചക്കറി വാങ്ങാൻ എത്തിയതായിരുന്നു എറണാകുളം കല്യാൺ ജ്വല്ലേഴ്സിൽ സെയിൽസ്മാനായ യുവാവ്. ഇതിനിടെ മാതാപിതാക്കളുടെ കരച്ചിൽ കേട്ടാണ് റോഡരികിലെ കിണറിനടുത്തേക്ക് ഓടിയെത്തിയത്. ഒട്ടും സമയം കളയാതെ കിണറിലേക്ക് എടുത്തുചാടി കുട്ടിയെ രക്ഷപ്പെടുത്തി. പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ സഹായത്തോടെ വലിയ കുട്ട ഉപയോഗിച്ച് കുട്ടിയെ സുരക്ഷിതമായി പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. യുവാവിന്റെ ധീരമായ പ്രവർത്തനത്തിന് വലിയ കയ്യടി നൽകുകയാണ് നാട്. സ്ഥലത്തെത്തിയ രാജൻ ജെ പല്ലൻ MLA ഉൾപ്പെടെയുള്ളവർ ഹേമന്തിനെ അനുമോദിച്ചു. ധീരതയുടെ പര്യായമായി മാറിയ യുവാവിന് നാടിന്റെ അഭിനന്ദന പ്രവാഹം ഉയരുകയാണ്. നമ്മൾ ഓടി നമ്മൾ നോക്കുമ്പോൾ കുട്ടി കിണറ്റിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, ആ ചേട്ടനെ ഇറങ്ങി നീന്താ അറിയില്ല, അല്ലെങ്കിൽ ആളിറങ്ങിയെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ പെട്ടെന്ന് അപ്പോൾ ആ സമയത്ത് ആളുണ്ടായിരുന്നില്ല, 2-3 പേരുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു. ഞാൻ എടുത്ത് ചടയില്ല. അതിരപ്പിള്ളിയിൽ നാടിനെ ഭീതിയിലാഴ്ത്തിയ ഭീമൻ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന പുലി ഇന്ന് പുലർച്ചെയാണ് കെണിയിൽ കുടുങ്ങിയത്. അതിരപ്പിള്ളിയിൽ നാടിനെ ഭീതിയിലാഴ്ത്തിയ ഭീമൻ പുലിയാണ് കൂട്ടിൽ കുടുങ്ങിയത്. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് വച്ചിരുന്ന കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ പുലി പുലർച്ചെയാണ് കെണിയിൽ കുടുങ്ങിയത്. നേരത്തെ ജോയിയുടെ വീട്ടിലെ 50ഓളം കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. മേഖലയിൽ പുലിഭീതി പടർന്നതോടെ 2 ആഴ്ച മുൻപാണ് വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. പുലി കുടുങ്ങിയതോടെ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. പുലിയെ പ്രദേശത്ത് നിന്ന് മാറ്റുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് മെഴുക്കുംപാറയിൽ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ പുലിയും വനവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങി. ഇതോടെ ചൊവ്വാഴ്ച മാത്രം സംസ്ഥാനത്ത് 2 2 പുലികൾ കൂട്ടിലായി. അതിരപ്പിള്ളിയിലും നാടിനെ ഭീതിയിലാഴ്ത്തിയ ഭീമൻ പുലി കൂട്ടിൽ കുടുങ്ങിയിരുന്നു.
പാലക്കാട് മെഴുകുംപാറയിൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് പുലി കൂട്ടിൽ അകപ്പെട്ടത്. കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇതോടെ വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാർ. നേരമിരുട്ടിയാൽ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന നാളുകൾ. പുലി കൂട്ടിൽ കുടുങ്ങിയതോടെ ജനങ്ങൾ ഏറെ ആശ്വാസത്തിലാണ്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നിരവധി വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. പിടികൂടിയ പുലിയെ തുടർ നടപടികളുടെ ഭാഗമായി DFO ഓഫീസിലേക്ക് മാറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ മുടങ്ങാതെ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.